നമസ്കാരം. ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറയുന്ന സിനിമയിലെ രംഗാണ്. മാൻഡ്രേക്കിനെയും കയ്യിലെടുത്ത് നടക്കുന്ന ജഗതിൻ്റെ ആ ചിത്രം കാണുമ്പം ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് ചില തോന്നലുകൾ നമ്മളിലേക്ക് വരുമല്ലോ. ഇപ്പോൾ കുറേ മാസങ്ങളായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരാറുള്ളത് നെതന്യാഹുവിനെ എടുത്തു പിടിച്ച് നടക്കുന്ന ട്രംപിൻ്റെ ചിത്രമാണ്. നെതന്യാഹു എന്ന മാൻഡ്രേക്കിനെ കൊണ്ട് നടക്കുന്ന, അമേരിക്കയെ മുച്ചൂടും മുടിപ്പിക്കും മട്ടിലേക്ക് യുദ്ധക്കൊതിയുമായി നടക്കുന്ന ഈ ട്രംപ് ഏറ്റുപിടിച്ച് നടക്കുന്ന ട്രംപിനെയാണ് ഓർമ്മ വരിക. നെതന്യാഹുവിന് വേണ്ടി എന്തും ചെയ്യാൻ നിന്ന് ഒടുവിൽ ഗാസയും കടന്ന് ഇറാനിൽ കുരുങ്ങിക്കിടക്കുന്ന ട്രംപ്, ഇറാൻ യുദ്ധത്തിൽ അകപ്പെട്ട് നട്ടം തിരിയുന്ന ട്രംപ്. എന്നാൽ ഇതിൽ അമേരിക്കയിൽ രോഷം അണവൊട്ടുന്നുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം സൊഹ്റാൻ മംദാനി പറഞ്ഞത്. നെതന്യാഹു അമേരിക്കയിൽ എത്തിയാൽ അറസ്റ്റ് ചെയ്യും എന്ന്. ഉടൻ പ്രതികരണവുമായി ട്രംപും എത്തി. US രാഷ്ട്രീയത്തെ മാത്രമല്ല, ഭൗമരാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധേയമായ ചർച്ചകൾക്കാണ് ഈ പ്രസ്താവനയും തുടർന്നുള്ള പ്രതികരണവും കാരണമായിരിക്കുന്നത്. മംദാനി ട്രംപ് യുദ്ധം നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കുകയാണ്. എന്താണ്, എവിടെയാണ്, എങ്ങോട്ടേക്കാണ് ഇത് പോകുന്നത് എന്ന്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കിലെത്തിയാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമോ? 2026 ജൂലൈ 19 ആ പ്രതികരണം. ന്യൂയോർക്ക് ടൈംസിൻ്റെ ദ ഇൻ്റർവ്യൂ പോഡ്കാസ്റ്റിൽ മംദാനിയോട് ചോദിച്ച ചോദ്യത്തിൽ നിന്നാണ് വിവാദങ്ങൾ തുടങ്ങിയത്. നെതന്യാഹു സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിക്കായി ന്യൂയോർക്കിൽ എത്തിയാൽ എന്തു ചെയ്യും? മംദാനിയുടെ മറുപടി വ്യക്തമായിരുന്നു. ന്യൂയോർക്ക് മേയറാണല്ലോ മംദാനി. നെതന്യാഹു ഹേഗിൽ വിചാരണ ചെയ്യപ്പെടേണ്ടയാളാണ്. അദ്ദേഹത്തിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് നിലവിലുണ്ട്. ന്യൂയോർക്ക് നിയമം അനുവദിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും. ഇതിനായി നഗരത്തിൻ്റെ നിയമവിഭാഗവുമായി സജീവ ചർച്ച നടക്കുകയാണ്. ഈ മറുപടിയായിരുന്നു അമേരിക്കൻ രാഷ്ട്രീയത്തിലെ പുതിയ പൊട്ടിത്തെറിയുടെ തുടക്കം. കാരണം മംദാനി പറഞ്ഞത് വെറും അഭിപ്രായമല്ല. ന്യൂയോർക്ക് പോലീസിന് നെതന്യാഹുവിനെ തടങ്കലിലാക്കാൻ കഴിയുമോ എന്ന കാര്യം നഗരത്തിൻ്റെ നിയമവിഭാഗം പരിശോധിക്കുന്നുണ്ട് എന്നാണ്. ഇത് കേട്ടപാടെ ട്രംപിൻ്റെ അതിവേഗ തിരിച്ചുള്ള മറുപടി ട്രൂത്ത് സോഷ്യലിലൂടെ വന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിനെ അമേരിക്കൻ ഐക്യനാടുകളിൽ ഒരു സാഹചര്യത്തിലും അറസ്റ്റ് ചെയ്യില്ല എന്ന്. ഒരു നഗരമേയറുടെ പ്രസ്താവനയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് മറുപടി പറയുന്ന സാഹചര്യം. അതാണ് ഈ സംഭവത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം. നിയമപരമായി നോക്കുമ്പോൾ ന്യൂയോർക്ക് മേയർക്ക് ഒരു വിദേശ രാഷ്ട്ര തലവനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്നത് ഒരു ചോദ്യമാണ്. അമേരിക്ക ICC അംഗമല്ല, ഇസ്രായേലും ICC അംഗമല്ല. അതുകൊണ്ട് ICC വാറണ്ട് അമേരിക്കയിൽ സ്വയം നിയമപ്രാബല്യത്തിൽ ഉള്ളതല്ല. എങ്കിലും ട്രംപ് പ്രതികരിക്കേണ്ടി വന്നത് നിയമം കൊണ്ടല്ല, രാഷ്ട്രീയം കൊണ്ടാണ്. കാരണം മംദാനി ഉയർത്തിയ ചോദ്യം അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ അജണ്ട സെറ്റ് ചെയ്യും മട്ടിലുള്ളതാണ്. അതെങ്ങനെയാണ്? നെതന്യാഹു പ്രതിക്കൂട്ടിലാക്കപ്പെട്ട ഗാസ യുദ്ധം, ഇറാൻ യുദ്ധം, ഇസ്രായേൽ അമേരിക്കയുടെ വിദേശ നയം, അന്താരാഷ്ട്ര നിയമം, ഇവയെ ഒരേ സമയം കണക്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം. ഏറ്റവും ഒടുവിലും നെതന്യാഹുവിൻ്റെ സൗഹൃദം മൂലം നഷ്ടം മാത്രമുണ്ടായ സമ്പദ് വ്യവസ്ഥയാണ് US-ൻ്റേത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അമേരിക്ക സാമ്പത്തിക തൊഴിൽ പ്രശ്നങ്ങളുടെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും നെതന്യാഹു കൊളുത്തിവിട്ട ഇറാൻ യുദ്ധത്തിൽ നട്ടം തിരിയുകയാണ് അവരുടെ പ്രസിഡന്റ്. ട്രംപ് വിരുദ്ധ വികാരം അതിൻ്റെയൊക്കെ തുടർച്ചയായി അവിടെ രൂപപ്പെട്ടിരിക്കുക കഴിഞ്ഞു. മംദാനിയുടെ പ്രസ്താവന ട്രംപിനെ മാത്രം വെല്ലുവിളിക്കുന്നതല്ല, അമേരിക്കയുടെ ദീർഘകാല വിദേശ നയ ചിന്തയെയും ചോദ്യം ചെയ്യുന്നതാണ്. ട്രംപ് എന്തുകൊണ്ട് നെതന്യാഹുവിനെ ഇത്ര ശക്തമായി സംരക്ഷിക്കുന്നു? ഇതിന് ഉത്തരം കിട്ടണമെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ അമേരിക്കൻ രാഷ്ട്രീയം നോക്കണം. ട്രംപ് പ്രസിഡന്റായിരുന്ന ആദ്യ കാലഘട്ടം മുതൽ നെതന്യാഹു അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത വിദേശ രാഷ്ട്രീയ സുഹൃത്താണ്. ട്രംപ് ഭരണകാലത്ത് ജെറൂസലേമിനെ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി അംഗീകരിച്ചു. അമേരിക്കൻ എംബസി ടെൽ അവീവിൽ നിന്ന് ജെറൂസലേമിലേക്ക് മാറ്റി. ഗൊലാൻ മലനിരകളിലെ ഇസ്രായേൽ നിയന്ത്രണം അംഗീകരിച്ചു. എബ്രഹാം ഉടമ്പടികൾക്ക് ശക്തമായ പിന്തുണ നൽകി. ഇവയെല്ലാം നെതന്യാഹുവിൻ്റെ വലിയ നയതന്ത്ര വിജയങ്ങളായി വിലയിരുത്തപ്പെട്ടു. അതിനാൽ നെതന്യാഹുവിനെതിരായ ഏത് നീക്കവും ട്രംപിൻ്റെ വിദേശ നയ പാരമ്പര്യത്തെ ബാധിക്കുന്നതാണ്. മംദാനി എന്തുകൊണ്ടാണ് വ്യത്യസ്തനായി നിൽക്കുന്നത്? അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പഴയ ഡെമോക്രാറ്റിക് നേതൃത്വം പൊതുവെ ഇസ്രായേലിനെ പിന്തുണച്ചിരുന്നു. എന്നാൽ പുതിയ തലമുറയിലെ പുരോഗമന നേതാക്കൾ ഗാസയിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, പലസ്തീൻ വിഷയം, ICC അന്വേഷണം, യുദ്ധക്കുറ്റ ആരോപണങ്ങൾ ഇവ കൂടുതൽ തുറന്ന് ചർച്ച ചെയ്യുന്നു. മനുഷ്യാവകാശം അടിസ്ഥാനമാക്കി അവരെ ലോകത്തെ കാണുന്നു. മംദാനി ആ പുതിയ രാഷ്ട്രീയ ധാരയുടെ പ്രധാന പ്രതിനിധിയിൽ ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയാവുന്നത്. മംദാനിയുടെ രാഷ്ട്രീയവും നിരന്തരമായ നിലപാടുകളും അതിൻ്റെ തുടർച്ചയായുള്ള നെതന്യാഹുവിൻ്റെ അറസ്റ്റ് സംവാദവും അമേരിക്കയിൽ ഒരു പുതിയ യുദ്ധമുഖം തന്നെ തുറന്നു. വരാൻ പോകുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ട്രംപ് പുതിയ രാഷ്ട്രീയ അജണ്ട സൃഷ്ടിക്കും മുമ്പ് തന്നെ മംദാനി അതിൻ്റെ അടിവേറിറക്കുന്ന നിലപാട് പറഞ്ഞിരിക്കുന്നു. 2016 കുടിയേറ്റം, 2020 നിയമക്രമം, 2024 അതിർത്തി സുരക്ഷ, ഇപ്പോൾ ഇറാൻ യുദ്ധം. ഇതുവരെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ 2026 ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന അമേരിക്ക എന്ന പുതിയ രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്താൻ ശ്രദ്ധിക്കുകയായിരുന്നു ട്രംപ്. എന്നാൽ അവിടെയാണ് മംദാനി ചെക്ക് വെച്ചത്. അമേരിക്കയുടെ മുഴുവൻ കുരുക്കുകളും സൃഷ്ടിച്ചത് നെതന്യാഹുവുമായുള്ള ട്രംപിൻ്റെ ബന്ധവും സഹായവുമാണ് എന്ന ചർച്ചയിലേക്കാണ് പുതിയ വാദം
വിവാദങ്ങൾ ഉയർന്നു വരുന്നത്. ഇതോടെ നെതന്യാഹുവിനെതിരായ അറസ്റ്റ് വാറണ്ട് എന്ന കാര്യം അമേരിക്കയിൽ വസ്തുതാപരമായി തന്നെ വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. ഹേഗിൽ നിന്ന് നെതന്യാഹുവിനെ ഞെട്ടിച്ച പ്രഖ്യാപനം വന്നത് 2024 നവംബർ 21-നാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ചരിത്രപരമായൊരു തീരുമാനം എടുത്തത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അന്നത്തെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച കാര്യം. ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റങ്ങളും സംബന്ധിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ഇതൊരു രാഷ്ട്രീയ സംഘടനയുടെ പ്രസ്താവനയല്ല, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഔദ്യോഗിക ഉത്തരവായിരുന്നു. എന്തൊക്കെയാണ് ആരോപണങ്ങൾ? ICCയുടെ പ്രീ ട്രയൽ ചേംബർ പറഞ്ഞത് നെതന്യാഹുവിനും ഗാലന്റിനുമെതിരെ വിചാരണയ്ക്ക് മതിയായ അടിസ്ഥാനം, പ്രാഥമിക തെളിവുകൾ ഉണ്ട് എന്നാണ്. കോടതി ചൂണ്ടിക്കാണിച്ച പ്രധാന ആരോപണം യുദ്ധരീതി ആയി പട്ടിണിയെ ഉപയോഗിച്ചു. സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം, വെള്ളം, മരുന്ന് എന്നിവയുടെ ലഭ്യത തടഞ്ഞു. സാധാരണ ജനങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് ഉത്തരവാദിത്തം അവർക്കുണ്ട്. കൊലപാതകം, പീഡനം, മറ്റു മനുഷ്യവിരുദ്ധ കുറ്റങ്ങൾ എന്നിവയ്ക്ക് ഉത്തരവാദികളാണ് എന്ന് വിശ്വസിക്കാൻ ന്യായമായ തെളിവുകളുണ്ട്. കുറ്റം അന്വേഷിക്കാനും വിചാരണ നടത്താനും പ്രതിയെ കോടതിയിൽ എത്തിക്കണം എന്നാണ് അറസ്റ്റ് വാറണ്ടിന്റെ ഉദ്ദേശം. ഭൗമരാഷ്ട്രീയത്തിൽ US-ന്റെ സഖ്യകക്ഷികളെ പോലും വെറുപ്പിച്ചുകൊണ്ട് നെതന്യാഹുവിന്റെ യുദ്ധക്കൊതിക്കെതിരായ വികാരം കനക്കുമ്പോൾ ട്രംപ് ഇപ്പോഴും ഉപാധികളില്ലാതെ നെതന്യാഹുവിനൊപ്പം നിൽക്കുകയാണ്. ഇറാൻ യുദ്ധത്തിൽ തൊട്ട് കൈപൊള്ളി അമേരിക്കയെ അന്തസ്സും അഭിമാനവും ഇടിച്ച ജനതയാക്കി മാറ്റി നെതന്യാഹു. ട്രംപ് അതിന് കൂടെ നിന്നു. ഇറാൻ അപ്പുറത്ത് തലയുയർത്തി നിൽക്കുകയും ചെയ്യുന്നു. എല്ലാം നെതന്യാഹുവിന് വേണ്ടി. അതിനിടെയാണ് ICCയുടെ അറസ്റ്റ് വാറണ്ടിന്മേലുള്ള പുതിയ ചർച്ചയും. തീരുമാനം വന്നപ്പോൾ തന്നെ നെതന്യാഹു അത് തള്ളിക്കളഞ്ഞു. ഏത്? ICCയുടെ അറസ്റ്റ് വാറണ്ട് തീരുമാനം വന്ന ഘട്ടത്തിൽ ഇസ്രായേൽ സർക്കാർ ഇന്നും ഈ വാറണ്ട് അംഗീകരിക്കുന്നില്ല. അമേരിക്കയും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടായി കൈക്കൊണ്ടത്. അറസ്റ്റ് വാറണ്ട് അംഗീകരിച്ചിട്ടില്ല. ലോകത്തിന്ന് 124 രാജ്യങ്ങളാണ് ICC നിയമം അംഗീകരിച്ചിട്ടുള്ളത്. എന്നാൽ 2 പ്രധാന രാജ്യങ്ങൾ അതിലില്ല, അമേരിക്കയും ഇസ്രായേലും. ഞങ്ങൾ അംഗമല്ലാത്തതിനാൽ ആ നടപടി ബാധകമല്ല എന്നാണ് ട്രംപിൻ്റെയും ഇതുവരെയുള്ള നിലപാട്. യഥാർത്ഥത്തിൽ ICCക്ക് പോലീസോ സംവിധാനങ്ങളോ ഒന്നുമില്ല. നിയമം ലംഘിക്കുന്നവർ അതിൽ അംഗമായ രാജ്യങ്ങളിൽ എത്തുമ്പോൾ ഇനി അംഗങ്ങളല്ലെങ്കിലും അത്തരക്കാരെ അറസ്റ്റ് ചെയ്ത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് കൈമാറുക എന്നതാണ് സ്വാഭാവികമായ നടപടി. അംഗങ്ങൾ അതിനുള്ള ഉത്തരവാദിത്തം കാണിക്കാറുണ്ട് പലപ്പോഴും. ICC അംഗങ്ങളായ രാജ്യങ്ങൾ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, കാനഡ, ജപ്പാൻ, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങി മറ്റ് നിരവധി യൂറോപ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ഇക്കൂട്ടത്തിൽ എല്ലാവരും നെതന്യാഹുവിൻ്റെ അറസ്റ്റ് വാറണ്ട് അംഗീകരിക്കാത്ത വിഭാഗവും ഉണ്ട്. മാത്രമല്ല, നെതന്യാഹു ഈ രാഷ്ട്രങ്ങളൊന്നും അങ്ങോട്ട് പോകാതിരിക്കാനുള്ള അനൗദ്യോഗികമായ ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത്. കാരണം നിയമം ലംഘിച്ചു എന്ന് വരണ്ടല്ലോ. അമേരിക്കയാണെങ്കിൽ ICC അംഗമല്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് അമേരിക്കയ്ക്ക് പോകാം. അമേരിക്കയ്ക്ക് ICC വാറണ്ട് നടപ്പാക്കേണ്ട നിയമബാധ്യതയില്ല എന്നായിരുന്നു ഇതുവരെയുള്ള ധൈര്യം. എന്നാൽ ഇപ്പോഴോ മംദാനിയുടെ പ്രസ്താവന അത് വലിയൊരു ആണിയായി അവർക്ക് മേൽ തറച്ചിരിക്കുകയാണ്, ആഘാതമായിരിക്കുകയാണ്. എന്താണ് മംദാനിയുടെ പ്രസ്താവന നൽകുന്ന കാര്യം? ഒന്ന്, ഈ നിയമപ്രകാരം ICCയിൽ അംഗമല്ല എങ്കിലും സെപ്റ്റംബറിൽ അദ്ദേഹം UN-ന്റെ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ, ഐക്യരാഷ്ട്രസഭയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ നടപടി ഉണ്ടാകുമോ? വേണമെങ്കിൽ നടപടി എടുക്കാം. എങ്ങനെ? ICC അംഗമല്ലാത്ത രാജ്യങ്ങൾക്കും ലോകത്തെ ഒരു നീതിന്യായ കോടതിയുടെ സംവിധാനങ്ങളെ സഹായിക്കുന്നു എന്ന മട്ടിലെടുക്കാം. പക്ഷേ രാഷ്ട്രീയമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യില്ല. ട്രംപ് ഒരിക്കലും ചെയ്യില്ല. പക്ഷേ അപ്പോഴാണ് ന്യൂയോർക്കിൻ്റെ അധിപനായ മേയർ പറയുന്നത് ഞങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ട കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇതിൻ്റെ തുടർച്ചയായ ചർച്ചകൾ എത്തിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത് രാഷ്ട്രീയ സന്ദേശമാണ്. ഗാസയിലെ സംഭവങ്ങളെക്കുറിച്ചുള്ള തൻ്റെ നിലപാട് വീണ്ടും വീണ്ടും മംദാനി ഉറപ്പിക്കുകയാണ്. രണ്ടാമത് നിയമപരമായ പരിശോധനയാണ്. ന്യൂയോർക്ക് നഗരത്തിന് ലഭ്യമായ നിയമപരമായ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അത് പരിശോധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അദ്ദേഹം തന്നെ പ്രാദേശികവും ഫെഡറൽ നിയമങ്ങളും പാലിച്ചായിരിക്കും നടപടി ഉണ്ടാവുക എന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നിയമപരമായി ആലോചിക്കുമെന്ന് മംദാനി പറഞ്ഞത്? അതിൽ ഒന്നാമത്തെ കാരണം ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം ഒരു അമേരിക്കൻ പ്രസിഡന്റും ഒരു വിദേശ നേതാവും തമ്മിലുള്ള സാധാരണ ബന്ധമല്ല. അതിൽ രാഷ്ട്രീയമായി അതിനെ ചർച്ചയാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. കഴിഞ്ഞ 10 വർഷമായി അമേരിക്കൻ റിപ്പബ്ലിക്കൻ രാഷ്ട്രീയത്തെയും പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തെയും ഒരുപോലെ സ്വാധീനിച്ച രാഷ്ട്രീയ കൂട്ടുകെട്ടിന് അന്ത്യം വരുത്തുക എന്നുള്ളതാണ് മംദാനിയുടെ ലക്ഷ്യം. ട്രംപ് വൈറ്റ് ഹൗസിൽ അധികാരമേറ്റെടുത്ത 2017 ജനുവരി 20 മുതൽ നിർണായകമായ ചില മാറ്റങ്ങൾ വിദേശ നയത്തിൽ തന്നെ ഉണ്ടായി. ആ ഘട്ടത്തിലാണ് നെതന്യാഹുവിന് പ്രാധാന്യം കൂടി വന്നത്. ട്രംപ് ഭരണകൂടത്തിൻ്റെ പശ്ചിമേഷ്യൻ നയത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് നെതന്യാഹു കയറി വന്നത്. മുൻ പ്രസിഡന്റുമാരുമായ ബറാക് ഒബാമയുമായും ജോ ബൈഡനുമായും പല വിഷയങ്ങളിലും നെതന്യാഹുവിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ട്രംപുമായുള്ള ബന്ധം വ്യത്യസ്തമായിരുന്നു. രാഷ്ട്രീയമായും വ്യക്തിപരമായും അവർ അടുത്ത സൗഹൃദത്തിലേക്ക് പോയി. 2017 ഡിസംബർ 6 ട്രംപ് ലോകത്തെ ഞെട്ടിച്ച ഒരു പ്രഖ്യാപനം നടത്തിയ ദിവസമാണ്. ജെറൂസലേമാണ് ഇസ്രായേലിൻ്റെ തലസ്ഥാനം എന്നത് ദശാബ്ദങ്ങളായി അമേരിക്കൻ പ്രസിഡന്റുമാർ ഒഴിവാക്കിയിരുന്ന ഒരു തീരുമാനം ഐക്യരാഷ്ട്രസഭയിലെ ഭൂരിഭാഗം അംഗരാജ്യങ്ങളും എതിർത്ത്
എതിർത്ത തീരുമാനം. യൂറോപ്യൻ യൂണിയനും അറബ് രാഷ്ട്രങ്ങളും പ്രതിഷേധിച്ച തീരുമാനം. എന്നാൽ നെതന്യാഹുവിന് അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നയതന്ത്ര വിജയങ്ങളിൽ ഒന്നായി. ട്രംപ് അത് നേടിക്കൊടുത്തു. എംബസി ടെല്ലവീവിൽ നിന്ന് യെറൂസലേമിലേക്ക് മാറ്റി, തലസ്ഥാനം ഇസ്രായേൽ മാറ്റി. ഇതോടെ ഇസ്രായേൽ അമേരിക്ക ബന്ധം പുതിയ വഴിത്തിരിവിലാണ് എത്തിയത്. മറ്റൊരു നിർണായക നീക്കം 2019 മാർച്ചിലായിരുന്നു. സിറിയയിൽ നിന്ന് 1967 ഇസ്രായേൽ പിടിച്ചെടുത്ത ഗോലാൻ ഹൈറ്റ്സ് പ്രദേശം ഇസ്രായേലിന്റെ നിയന്ത്രണം അമേരിക്ക ഔദ്യോഗികമായി അംഗീകരിച്ചു. 2020 ട്രംപ് ഭരണകൂടം മറ്റൊരു വലിയ നയതന്ത്ര നീക്കം നടത്തി. അബ്രഹാം ഉടമ്പടികൾ, ഇസ്രായേലും UAEയും ബഹ്റൈനും പിന്നീട് മൊറോക്കോയും സുഡാനും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ അമേരിക്ക മധ്യസ്ഥത വഹിച്ച് നടപ്പാക്കിയ ഉടമ്പടികൾ. ഇതെല്ലാം ട്രംപ് നേരിട്ട് ഈ വിദേശ നയത്തിലെ പ്രധാന ഇടപെടലുകൾ വിജയകരമായി നടപ്പാക്കുമ്പോൾ അതെല്ലാം നെതന്യാഹുവിന് ആഭ്യന്തര രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര കാര്യങ്ങളിലും വലിയ നേട്ടമുണ്ടാകുന്ന, ആധിപത്യം സ്ഥാപിക്കാൻ അവസരം നൽകുന്ന തീരുമാനങ്ങളായിരുന്നു. പലസ്തീൻ പ്രശ്നം പരിഹരിക്കാതെയും അറബ് രാജ്യങ്ങളുമായി ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കുതന്ത്രം അവിടെ എബ്രഹാം ഉടമ്പടികളിലൂടെ വിജയിച്ചു എന്നാണ് ഒരു ഭാഗത്ത് വിശകലനം, അന്ന് വിമർശനങ്ങളായി ഉയർന്നത്. എന്നാൽ ട്രംപ് രണ്ടാം തവണ വീണ്ടും പ്രസിഡന്റായി കടന്നു വന്നതോടെ നെതന്യാഹു തൻ്റെ നീക്കങ്ങൾ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. ഗാസ യുദ്ധം വീണ്ടും ഇരുവരെയും അടുപ്പിച്ചു. ഗാസയിലെ സാധാരണ ജനങ്ങളുടെ മരണസംഖ്യ ഉയർന്നതോടെ ലോകം ഒറ്റ ശബ്ദത്തിലുള്ള എതിർപ്പ് ഉയർത്തി. ഇവിടെയാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം കണ്ടു തുടങ്ങിയത്. ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ തന്നെ ഗാസ യുദ്ധത്തെക്കുറിച്ച് കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടു. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മുഖ്യധാര ട്രംപിന്റെ നേതൃത്വത്തിൽ നെതന്യാഹുവിന്റെ കാഴ്ചപ്പാടിനൊപ്പം ഉറച്ചു നിന്നു. അമേരിക്കയും ഇസ്രായേലും ഇറാനുമായുണ്ടായ സംഘർഷം ട്രംപ് നെതന്യാഹു ബന്ധത്തിന് പുതിയ മാനങ്ങൾ നൽകി. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്കകൾ, മേഖലയിൽ പ്രോക്സി ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ, അമേരിക്കയുടെ സുരക്ഷാ താൽപ്പര്യങ്ങൾ എല്ലാം ചേർത്ത് ഇസ്രായേലുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ട്രംപ് നിരന്തരം വാദിച്ചു. അമേരിക്കയിൽ തന്നെ ചോദ്യങ്ങൾ ഉയർന്നു. അമേരിക്ക സ്വന്തം ദേശീയ താൽപ്പര്യങ്ങൾക്കാണോ പ്രവർത്തിക്കുന്നത് എന്ന വിമർശനം ഉയർന്നു. അതോ ഇസ്രായേലിൻ്റെ സുരക്ഷാ മുൻഗണനകളെ അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത് എന്ന്. അവിടെയാണ് മംദാനി അസാധാരണമായി അമേരിക്കയുടെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ തലയുയർത്തി വന്നത്. കമ്മ്യൂണിസ്റ്റ് എന്നും ജിഹാദി എന്നുമെല്ലാമുള്ള വിദ്വേഷ പ്രചരണങ്ങൾക്കിടയിലും ന്യൂയോർക്ക് മേയറായി അദ്ദേഹം നേട്ടം കൊയ്തു. ട്രംപിന് കനത്ത തിരിച്ചടിയുണ്ടായി. ഇപ്പോൾ മംദാനിയെ US-നെ സാമൂഹ്യ വിരുദ്ധ നിലപാടിൻ്റെ പ്രതീകം കൂടിയായി ട്രംപ് മംദാനിയെ വിശേഷിപ്പിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അദ്ദേഹം നടത്തിയ പ്രസ്താവന ഒരു വിദേശ നയ ചർച്ച മാത്രമല്ല, അത് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലും സർവോപരി അമേരിക്കയിലും വർഷങ്ങളായി രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ആശയമാറ്റത്തിൻ്റെ സൂചനയാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് ഇസ്രായേലിനെ പിന്തുണക്കുന്നതിൽ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ബിൽ ക്ലിന്റൺ മുതൽ ബറാക് ഒബാമ വരെയുള്ളവരുടെ കാലഘട്ടത്തിൽ പോലും ഇസ്രായേൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യരാജ്യമായിരുന്നു. പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ എന്നാൽ ഇസ്രായേൽ സ്നേഹം പ്രകടിപ്പിക്കണം എന്നായിരുന്നു. എന്നാൽ 2023 ശേഷം സാഹചര്യം മാറി തുടങ്ങി. ഗാസ യുദ്ധം നീണ്ടുപോയതോടെ ബേണി സാൻഡേഴ്സിന്റെ സാന്നിധ്യം നിരന്തര ചർച്ചകൾ കൂടി വഴിവെച്ചതോടെ കാര്യങ്ങൾ മറ്റൊരു രീതിയിലേക്ക് മാറി. സാമ്പത്തിക അസമത്വം, ആരോഗ്യ മേഖല, തൊഴിലാളികളുടെ അവകാശം, കോർപ്പറേറ്റ് സ്വാധീനം, ഗാസയിലെ മനുഷ്യാവകാശ കാര്യങ്ങൾ എന്നിവ ദേശീയ രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര വിഷയമായി. മംദാനിയെ പുരോഗമന ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മുഖം എന്ന് അവതരിപ്പിച്ച് ജനവികാരം എതിരാക്കാൻ ട്രംപിന്റെ നീക്കമുണ്ടായി. അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ അനുകൂല വോട്ടർമാരെ ഏകോപിപ്പിക്കാം, ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ വോട്ടർമാരെ സജീവമാക്കാം. ദേശീയ സുരക്ഷാ ചർച്ച തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയായി മാറും. ട്രംപിൻ്റെ പഴയ രാഷ്ട്രീയ ആയുധമാണ് ഇതെല്ലാം. ഡെമോക്രാറ്റിക് പാർട്ടിയെ റാഡിക്കൽ ഇടതുപക്ഷം പിടിച്ചടക്കുകയാണ് എന്ന വാദം അദ്ദേഹം ഉന്നയിച്ചു. ഇപ്പോൾ അതിൻ്റെ മുഖമായി മംദാനി അവതരിപ്പിക്കാനാണ്, അതുവഴി ജനവികാരം എതിരാക്കാനാണ് ട്രംപിൻ്റെ ശ്രമം. എന്നാൽ മംദാനിയുടെ തേരോട്ടം ട്രംപിന് തടയാനാകുന്നതല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ജനവികാരത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ, സർവേകൾ. പക്ഷേ അവിടെയാണ് ട്രംപിനെ കുരുക്കുന്ന രാഷ്ട്രീയം തിരിച്ചടിക്കുകയും ചെയ്യുന്നത്. അമേരിക്കൻ പൗരർക്ക് വേണ്ടി നിലകൊള്ളേണ്ട ട്രംപ് നെതന്യാഹുവിനും ഇസ്രായേൽ താൽപ്പര്യങ്ങൾക്കും വേണ്ടി യുദ്ധം നടത്തി രാജ്യത്തെ സാമ്പത്തിക കുരുക്കിലേക്ക് തള്ളിവിടുന്നു. അമേരിക്ക ആരുടെ കൂടെയാണ്? അമേരിക്കയുടെ നികുതിപ്പണം ആരുടെ സുരക്ഷയ്ക്കാണ്? അമേരിക്കയുടെ വിദേശ നയം അമേരിക്കൻ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കാണോ അതോ ലോകത്തിലെ സഖ്യരാഷ്ട്രങ്ങളുടെ ആവശ്യങ്ങൾക്കാണോ? ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉള്ള തുറന്ന യുദ്ധം മുഖത്തെ പ്രധാന കാര്യങ്ങൾ. ഈ ഗാസ യുദ്ധം അമേരിക്കയെ രണ്ടായി പിളർത്തി. കണ്ട സ്ഥലത്തൊക്കെ പോയി മറ്റുള്ളവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അമേരിക്ക മെലിഞ്ഞു എന്ന് ട്രംപ് തന്നെയാണ് അധികാരത്തിലെത്തിയതിനു ശേഷം പറഞ്ഞത്. യുക്രൈൻ യുദ്ധത്തിൽ പണം നൽകുന്നത് നിർത്തും എന്ന് പറഞ്ഞതും UN-ന് സഹായം നൽകുന്നത് നിർത്തിയതും ഒക്കെ ട്രംപാണ്. എന്നാൽ അമേരിക്കൻ താൽപ്പര്യം ത്യജിച്ച് ഇസ്രായേലിന് വേണ്ടി യുദ്ധക്കുരുക്കിൽ ചാടുന്നത് എന്താണെന്ന ചോദ്യം മാത്രം ഉത്തരമില്ലാതെ നിൽക്കുന്നു. നെതന്യാഹുവിൻ്റെ അറസ്റ്റിനെ കുറിച്ചുള്ള വിവാദം ഒരുപക്ഷെ അവസാനിപ്പിച്ചേക്കാം. പക്ഷേ അത് ഉയർത്തിയ ചോദ്യങ്ങൾ അവസാനിക്കില്ല. ചരിത്രത്തിൽ ചില യുദ്ധങ്ങൾ വെടിയൊച്ചകളോടെ ആരംഭിക്കില്ല എന്നാണ് പറയാറുള്ളത്. ചില പ്രസ്താവനകൾക്ക് പക്ഷേ വെടിയൊച്ചകളുടെ കരുത്തായിരിക്കും എന്നും പറയും. അതിന് അനുരണനങ്ങൾ ഉണ്ടാകും. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ആരംഭിച്ച ആ രാഷ്ട്രീയത്തിലെ ആശയപരമായ ആന്തരിക യുദ്ധത്തിന് മംദാനി വെടി പൊട്ടിച്ചു കഴിഞ്ഞു. മംദാനിയുടെ പ്രസ്താവന ട്രംപിനെയും നെതന്യാഹുവിനെയും ആകുലരാക്കുന്നതും അതുകൊണ്ടാണ്. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.